ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുന്ദരല്ലേ? പുതിയതായിട്ട് ചാനൽ കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ചോറ് തിന്നാൻ വന്നപ്പോൾ ഞാൻ വിചാരിച്ച ചോറിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന്. ചോറ് വേറെ പിന്നെ റേഷനരിൻ്റെ ചോറ് കേട്ടോ. പിന്നെ പറയാനെന്താ, പരിപ്പ് കറി വെച്ച്, പരിപ്പ് കറി എല്ലാവരും വെക്കുന്ന പോലെ തന്നെയാണോ അറിയില്ല. ഞാൻ പച്ചമുളക് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് മുളക് പൊടി ഇട്ട്, പിന്നെ കടുകും കറിവേപ്പില ഇട്ട്. പക്ഷേ മെയിനായിട്ടുള്ളൊരു സാധനം ഇട്ടിട്ടില്ല. എപ്പോഴും മറയുന്നത് പോന്താച്ച് എന്താ പറയുക, വെളുത്തുള്ളി ഇട്ടിട്ടില്ല. വെളുത്തുള്ളി ഇടാൻ മറന്നു പോയതാണ്. കറിവേപ്പിലയും ഇട്ട് ഇതുമിട്ട് തീകറും എന്തോ അങ്ങനെ ഞാനെന്താക്കി, പിന്നെ ഇത് നല്ലോണം ഒന്ന് വറുത്തിട്ട് കറിവേപ്പില ഇങ്ങനെ വറുത്തിട്ട് ആണ് ഇടുക. ചില ആൾക്കാർ പരിപ്പ് വെക്കുമ്പോൾ അതിൽ തന്നെ ഇടുന്നത് കാണാം, പക്ഷെ ഞാനങ്ങനെ ഇടയില്ല കേട്ടോ. അങ്ങനെ നല്ല ഒന്നാം തരം പരിപ്പ് കറി ഇവിടെ സെറ്റായി. പിന്നെ അതിൽ പച്ചമുളകില്ല കേട്ടോ. ഈ പാത്രത്തിൽ ഒഴിച്ചിട്ട്, പാത്രം ഒന്നും എവിടുന്ന് വാങ്ങിയെന്ന് ആരും ചോദിക്കില്ല കേട്ടോ. കാരണം ഇങ്ങനത്തെ പാത്രം എൻ്റെ അടുത്തേ ഉണ്ടാവും, ഒരു കടയിലും കിട്ടില്ല വാങ്ങിക്കാൻ, അതുകൊണ്ടാണ്. പിന്നെ പരിപ്പ് കറി ഇങ്ങനെ ആക്കി ഇതിൽ ഇട്ട് നല്ലോണം ഒന്ന് തൂമിച്ച് റെഡിയാക്കി സെറ്റാക്കി. പിന്നെ ഞാൻ എനിക്ക് കുളിയെല്ലാം കഴിഞ്ഞ് നിസ്കരിക്കാൻ പോയി. നിസ്കാരമൊക്കെ കഴിഞ്ഞു. മിട്ടപ്പൂച്ച തൊട്ടപ്പുറം തന്നെ ഉണ്ട് കേട്ടോ. എന്താ വെച്ചാൽ, ഞാൻ ഈ നിസ്കാരപ്പടവണം ഇങ്ങനെ വെച്ചാൽ അതിൻ്റെ പരിപാടി ഇതിനെ നൂലില്ലേ അതിൽ കയറി ഊഞ്ഞാലാടൽ. ഞാൻ അങ്ങോട്ട് എടുത്ത് വെച്ച്. പിന്നെ അടുക്കളയിൽ പോയി എൻ്റെ മെയിൻ സാധനം, മെയിൻ ഐറ്റം ആണിത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമാണ്. മുളക് പൊടി. ആ സ്പൂണിൽ കട്ടിക്ക് കണ്ടത് വെളിച്ചെണ്ണയാണ് കേട്ടോ. ഇവിടെ ഏത് കാലം വെളിച്ചെണ്ണ അങ്ങനെ തന്നെ. അതൊരു സാധാ വെളിച്ചെണ്ണ പോലെ ആവലില്ല മക്കളെ, തണുപ്പുണ്ടായിരിക്കും. വെളുത്തുള്ളി നല്ലോണം, എൻ്റെ അടുത്ത് കുത്തുന്ന സാധനമൊന്നുമില്ല കേട്ടോ. മിക്സിയിലിട്ട് ഇത് അരഞ്ഞു പോകും. അത് അരണം ഞാൻ ഇതാക്കി ചപ്പാത്തിക്കോലില്ലേ അത് വെച്ചിട്ട് തടയിൽ തന്നെ വെച്ച് ഇങ്ങനെ കുത്തി. എൻ്റെ വീഡിയോ ഇങ്ങനെ ഇളകുന്നതാണ്. കാരണം എൻ്റെ ഒരു കയ്യിൽ ക്യാമറയോ ഒരു കയ്യിൽ ഈ പണിയെടുക്കണം, അങ്ങനെയാണ് കേട്ടോ. അതുകൊണ്ടാണ് സ്റ്റാൻഡില്ല എൻ്റെ കയ്യിൽ. അപ്പോൾ അത് കാരണം ഇങ്ങനെ കയ്യിൽ വെച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അങ്ങനെ ഈ വെളിച്ചെണ്ണയിൽ നല്ലോണം ഇതെന്താക്കുന്ന പറയുക, മൂപ്പിക്കണം. അതായത് ഇങ്ങനെ പൊട്ടൂലേ, ആ പൊട്ടുന്ന വരെ ആക്കിയെടുക്കണം. അല്ലാതെ ഇത് തിന്ന രസം ഉണ്ടാവില്ല. നല്ലോണം മൂപ്പിക്കണോ. ചില ആൾക്കാർക്ക് അറിയായിരിക്കും, ചില ആൾക്കാർക്ക് അറിയില്ല. വെളുത്തുള്ളി ചമ്മന്തി എന്ന് പറയുമ്പം വെളുത്തുള്ളി ഇടുന്ന പല ചമ്മന്തികളുണ്ട്. ചിലപ്പോൾ ആൾക്കാരങ്ങനെ വിചാരിക്കും. ഇത് പറയുന്നത്, ഞാൻ ഇതിനിട്ട പേര് പറയുന്നവർ വെളുത്തുള്ളി ചമ്മന്തി എന്ന് കേട്ടോ. ഇതിൽ മെയിനായിട്ട് മുളക് പൊടി മുമ്പിൽ നിൽക്കണം. പിന്നെ മുളക് പൊടീൻ്റെ കളർ ഉപ്പ് നിൽക്കണം. അല്ലെങ്കിൽ നമുക്കിനി ഇതിൽ എത്ര ഉപ്പിട്ടാലും ഉപ്പ് കാണില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഓയിലൊന്നും എടുക്കരുത്, വെളിച്ചെണ്ണ തന്നെ എടുക്കണം, എന്നാലേ അതിൻ്റെ ഒരു രസം ഉണ്ടാവും. ഇതുണ്ടോ, ഇതിങ്ങനെ മൂത്ത് നല്ല ചുവന്നുണ്ടോ. ഇതിപ്പോൾ ഈ തണിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പൊട്ടും ആ പരുവത്തിൽ. അത് കഴിഞ്ഞിട്ട് ഉപ്പാണ് ഇട്ടേ. ഉപ്പിട്ടത് നല്ലോണം, ഞാൻ കുറച്ച് അധികം ഉപ്പിട്ട്, പിന്നെ ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടത്. കുട്ടികളൊന്നും ഇത് കഴിക്കില്ല. കുട്ടികൾ കഴിക്കുന്ന എൻ്റെ ചെക്കന് ഇഷ്ടപ്പെടാൻ ഞാൻ തിന്നാൻ പറ്റില്ല. അപ്പോൾ ഞാനെന്താക്കും, പിന്നെ നല്ലോണം മുളക് പൊടി അങ്ങോട്ടും. കാരണം ഈ പരിപ്പിൻ്റെ കൂടെ വേറൊന്നും ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ മീൻ പൊരിച്ചത് അങ്ങനെ തന്നെ. എനിക്ക് ഉണക്കമീനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഉണക്കമീൻ്റെ ചമ്മന്തിയൊക്കെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ ഇങ്ങനെ മഴക്കാലമായ പിന്നെ ഉണക്കമീനൊന്നും ഇവിടെ കിട്ടാനില്ല. അല്ലാത്ത മീൻ തന്നെ വരുന്നില്ല. പിന്നെ ഉണക്കമീൻ അതൊന്നും വരുന്നില്ല. അപ്പോൾ അത് കാരണം ഇങ്ങനെയൊക്കെ തന്ന് അങ്ങനെയൊക്കെ ആക്കി അഡ്ജസ്റ്റ് ആക്കും. എന്നിട്ട് ഉണക്കമീൻ പിന്നെ എന്താ ചമ്മന്തിയും ഈ പരിപ്പ് കറി ചോറും തന്നെ ധാരാളം മക്കളെ. പരിപ്പ് കറി കാണാൻ നല്ല രസമല്ലേ, പക്ഷേ എന്നും പരിപ്പ് കറി ആക്കാൻ പറ്റില്ല. ഗ്യാസ് ഉള്ളവർക്കെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. പിന്നെ എന്നും പരിപ്പ് കറി ആക്കലും ഇല്ല ഇവിടെ. ഇത് വെറും പരിപ്പ്. ഞാൻ മുരിങ്ങച്ചപ്പ് പറിക്കാൻ പോകണമെന്ന് വെച്ച് മഴയായതാണ് പോകാൻ പറ്റില്ല. അങ്ങനെ ചോറിനകത്ത് പരിപ്പ് കറി ഒഴിച്ച് പപ്പടം ഇട്ട് സൈഡിൽ നമ്മളെ മെയിൻ കണ്ടൻറ്റ് ചമ്മന്തി, വെളുത്തുള്ളി ചമ്മന്തി. അതിൻ്റെ കളർ നോക്കി ഞങ്ങൾ, എന്ത് രസമല്ലേ, കളറുണ്ടല്ലേ. അത് നന്നായിട്ട് മൂത്തിന് ഈ മുളക് പൊടി. പക്ഷെ നമ്മൾ എത്ര ഉപ്പിട്ടാലും ഉപ്പ് കാണില്ല മക്കളെ, സൂപ്പർ ടേസ്റ്റ് ഉണ്ട്.